ഇപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആ പപ്പടം വറുത്ത വെളിച്ചെണ്ണയില്ലേ അത് തന്നെ ഒന്ന് ഒഴിക്കാം കേട്ടോ. അതൊഴിച്ചിട്ട് ഉള്ളിയില്ലേ, ഉള്ളി പിന്നെന്താ ഉണക്കമുളക് അതൊക്കെ ഒന്ന് വഴറ്റണം. ആദ്യം ഉള്ളി ഇടാം. എന്നിട്ട് അത് വഴറ്റിയ ശേഷം ഉള്ളി ഒന്ന് ചുവന്ന നിറമൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് നിർത്താം കേട്ടോ. ഉള്ളി ഒന്ന് പതുക്കെ ചൂടാക്കി ഇനി നമുക്ക് ഉണക്കമുളകും വേപ്പിലയും ഇഞ്ചിയും ചൂടാക്കാം കേട്ടോ. ഉള്ളിയെല്ലാം ഒന്ന് വാട്ടിയെടുത്തില്ലേ, ഇനി നമുക്ക് തേങ്ങ ചിരകിയിട്ട് അതും കൂടി എല്ലാം കൂടി ചേർത്ത് അരക്കാം കേട്ടോ മിക്സിയിൽ. ഈ അരച്ചതില്ലേ, ഇതേ മിക്സിയിലിട്ട് അരച്ചതിൻ്റെ കൂടെ പപ്പടം ഇട്ട് നമുക്ക് കൈ കൊണ്ട് പൊടിക്കാം കേട്ടോ. എന്നിട്ട് സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാം. പപ്പട ചമ്മന്തി നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ.